ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് എക്കണോമിക്സ് സബ്ജക്റ്റ് ചാപ്റ്റർ 2 പാർട്ട് 3 ആണ്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടേഴ്സിനെ കുറിച്ചാണ്. അത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോവാം. ഓക്കെ, ഗ്രാഫ് 1 ഷോസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ 3 സെക്ടേഴ്സ്. ഗ്രാഫ് 1-നകത്ത് എന്താ കാണിച്ചിരിക്കുന്നത്? 3 സെക്ടേഴ്സിലെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനെയാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ഷോൺ ഫോർ 2 years. ഇത് 2 വർഷത്തേക്കുള്ള കണക്കെടുപ്പാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ 2 വർഷങ്ങളാണ്? 1973 to 74 2013 to 14. We have used the data for these 2 years. നമ്മൾ ഈ 2 വർഷത്തെ ഡേറ്റയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ യൂസ് ചെയ്യാനുള്ള കാരണം? ബിക്കോസ് ദ ഡേറ്റ ആർ കമ്പയറബിൾ ആൻഡ് ഒത്തൻറ്റിക്. ഡേറ്റാസ് കമ്പയറബിൾ ആണ്, അതേപോലെ ഒത്തൻറ്റിക് ആണ്. അതുകൊണ്ട് യു ക്യാൻ സീ ഹൗ ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഹാസ് ഗ്രോൺ ഓവർ ദ 40 years. അപ്പം നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? 40 വർഷത്തിൽ എത്രത്തോളം ഗ്രോത്താണ് മൊത്തത്തിൽ പ്രൊഡക്ഷനിലുണ്ടായതെന്ന്. ഓക്കെ, വാട്ട് ഡസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ 1973 to 74 ആൻഡ് 2013 to 14 ഷോ? എന്ത് കമ്പാരിസണാണ് 1973 തൊട്ട് 74-ലും 2013 to 14-ലും കാണുന്നത്? എന്താണ് ഈ ഒരു കമ്പാരിസണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? വാട്ട് കൺക്ലൂഷൻ ക്യാൻ വി ഡ്രോ ഫ്രം ദ കമ്പാരിസൺ? ഈ കമ്പാരിസണിലൂടെ നമുക്ക് എന്ത് കൺക്ലൂഷനിലാണ് നമ്മൾ എത്തുക? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമുക്ക് കണ്ടെത്താം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈസിങ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ടെർഷ്യറി സെക്ടർ ഇൻ പ്രൊഡക്ഷൻ. ഇതുവരെ നമ്മൾ കണ്ടത് പ്രൈമറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിൻ്റെയും ഇമ്പോർട്ടൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെർഷ്യറി സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പ്രൊഡക്ഷനിൽ. ഓക്കെ, ഓവർ ദ 40 years ബിറ്റ്വീൻ 1973 to 74 ആൻഡ് 2013 to 14, അതായത് ഈ 40 വർഷത്തിനപ്പുറം, അതായത് 1973 to 74 അതുപോലെ 2013 to 14-ൽ while production in all the 3 sectors has increased, it has increased the most in tertiary sector. 3 സെക്ടേഴ്സിലെയും പ്രൊഡക്ഷൻ കൂടിയെങ്കിലും കൂടുതൽ കൂടിയത് ഏത് സെക്ടറിലെയാണ്? ടെർഷ്യറി സെക്ടറിലാണ്, അതായത് സർവീസ് സെക്ടറിലാണ്. ആസ് എ റിസൾട്ട്, അതിൻ്റെ പരിണാമമായിട്ട് ഇൻ ദ ഇയർ 2013 to 14, 2013-14 വർഷങ്ങളിൽ ദ ടെർഷ്യറി സെക്ടർ ഹാസ് ഇമേർജ്ഡ് ആസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സെക്ടർ ഇൻ ഇന്ത്യ, റീപ്ലേസിങ് ദ പ്രൈമറി സെക്ടർ. അതായത് 2013-14 വർഷങ്ങളിൽ പ്രൈമറി സെക്ടറിനെ പിന്തള്ളിക്കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ടെർഷ്യറി സെക്ടർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സെക്ടറായിട്ട് മാറി. വൈ ഈസ് ദ ടെർഷ്യറി സെക്ടർ ബിക്കമിങ് സോ ഇമ്പോർട്ടൻ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ടെർഷ്യറി സെക്ടർ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ദർ കുഡ് ബി സെവറൽ റീസൺസ്. അവിടെ പല കാരണങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ ആദ്യത്തെ കാരണം എന്താണ്? ആദ്യത്തെ ഒരു കാരണമെന്ന് പറയുന്നത്, ഫസ്റ്റ് ഇൻ എനി കൺട്രി സെവറൽ സർവീസസ്. ഏതൊരു രാജ്യമാണെങ്കിലും പല സർവീസസും ഉണ്ടായിരിക്കും. അതായത് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് സർവീസസ്, പോലീസ് സ്റ്റേഷൻസ്, കോർട്സ്, വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്, മുനിസിപ്പൽ കോർപ്പറേഷൻസ്, ഡിഫൻസ്, ട്രാൻസ്പോർട്ട്, ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ് എക്സെട്ര. ഇതെല്ലാം തന്നെ എന്താണ്? ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാര്യം തന്നെയാണ്. ദീസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ബേസിക് സർവീസസ്. ഇവയെല്ലാം ബേസിക് സർവീസായിട്ട് കണക്കാക്കാം. In a developing country, the government has to take responsibility for the provision of these services. ഒരു ഡെവലപ്പിംഗ് കൺട്രി ആവുമ്പോൾ ഗവൺമെൻറ്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ പറഞ്ഞ സർവീസസ് എല്ലാം തന്നെ ഉറപ്പാക്കുക എന്നതിൽ. ആട്ടെ, രണ്ടാമത്തെ കാരണം എന്താണ്? രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സർവീസസ്. അതായത് എഗ്രികൾച്ചറിലുണ്ടാവുന്ന ഡെവലപ്മെൻറ്റും ഇൻഡസ്ട്രിയിലുണ്ടാവുന്ന ഡെവലപ്മെൻറ്റുമാണ്
സർവീസിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനെ നയിക്കുന്നത്. അതായത് എഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും ഡെവലപ്പ് ആവുകയാണെങ്കിൽ സർവീസ് സെക്ടറിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. സച്ചസ് അതായത് ട്രാൻസ്പോർട്ട്, ട്രേഡ്, സ്റ്റോറേജ്, അങ്ങനെ ഏറെ. ആസ് വി ഹാവ് ഓൾറെഡി സീൻ, നമ്മളിതെല്ലാം കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. Greater the development of the primary and secondary sector, more would be the demand for such services. എത്രത്തോളം ഡെവലപ്മെൻ്റ് ആണോ പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും ഉണ്ടാവുന്നത്, അത്രത്തോളം ഡിമാൻഡായിരിക്കും സർവീസ് സെക്ടറിനും ഉണ്ടാവുക. ആട്ടെ, മൂന്നാമത്തെ കാരണം എന്താണ്? മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ആസ് ഇൻകം ലെവൽ കൂടുന്നതിനനുസരിച്ച് സർട്ടൻ സെക്ഷൻ ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് ഡിമാൻഡിങ് മെനി മോർ സർവീസസ്. ചില സെക്ഷനിൽപ്പെട്ട ആൾക്കാർ കൂടുതൽ സർവീസസ് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. എന്തൊക്കെ സർവീസാണ്? ലൈക്ക് ഈറ്റിംഗ് ഔട്ട്, വെളിയിൽ പോയി കഴിക്കുക, ടൂറിസം, ഷോപ്പിംഗ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് സ്കൂൾസ്, പ്രൊഫഷണൽ ട്രെയിനിങ്, അങ്ങനെ ഏറെ. You can see this change quite sharply in cities, especially in big cities. ഈ ചേഞ്ച് ഒക്കെ തന്നെ നിങ്ങൾക്ക് സിറ്റീസിലായിരിക്കും കൂടുതൽ കാണാൻ സാധിക്കുക, എസ്പെഷ്യലി ബിഗ് സിറ്റീസിൽ. ഓക്കെ. ആട്ടെ, നാലാമത്തെ കാരണം എന്താണ്? നാലാമത്തെ കാരണമെന്ന് പറയുന്നത് ഓവർ ദ പാസ്റ്റ് ഡിക്കേഡ് ഓർ സോ സർട്ടൻ ന്യൂ സർവീസസ് സച്ച് ആസ് ദോസ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹാവ് ബിക്കം ഇമ്പോർട്ടൻറ്റ് ആൻഡ് എസെൻഷ്യൽ. കാലങ്ങൾ കടന്നു പോകവേ എന്താണ് പുതിയ സർവീസസും വരാൻ തുടങ്ങി. അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള സർവീസസ് അതും എന്താണ് ഇമ്പോർട്ടൻ്റായി, അതുപോലെ തന്നെ എസെൻഷ്യലുമായി. The production of these services has been rising rapidly. ഈ സർവീസസിൻ്റെയൊക്കെ പ്രൊഡക്ഷന് വലിയ തോതിലാണ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. In chapter 4, we shall see examples of these new services and the reason for their expansion. ചാപ്റ്റർ 4 നമ്മൾ ഈ സർവീസസിനെ കുറിച്ചൊക്കെ ഉള്ള ഉദാഹരണങ്ങളും അതിൻ്റെ എക്സ്പാൻഷൻ്റെ കാരണങ്ങളും നോക്കും. ഓക്കെ. However, you must remember that അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ not all of the service sector is growing equally well. എല്ലാ സർവീസ് സെക്ടറും ഒരേപോലെ ഗ്രോ ചെയ്യുന്നില്ല. സർവീസ് സെക്ടർ ഇൻ ഇന്ത്യ എംപ്ലോയ്സ് മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. സർവീസ് സെക്ടർ, അതായത് ഇന്ത്യയിലെ സർവീസ് സെക്ടർ പലതരത്തിലുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. At one end, there are a limited number of services that employ highly skilled and educated workers. ഒരു ഭാഗത്ത് സർവീസസിൻ്റെ സംഖ്യ എന്ന് പറഞ്ഞ് ലിമിറ്റ് ആക്കിക്കൊണ്ട് അവർക്ക് ജോലി കൊടുക്കുന്ന എങ്ങനെയാണ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് മാത്രമേ ജോലി കൊടുക്കുന്നുള്ളൂ. അറ്റ് അതർ എൻഡ്, വേറൊരു ഭാഗത്തോ ദർ ആർ എ വെരി ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ്, വലിയ തോതിൽ വർക്കേഴ്സ് ഉണ്ട്. അവർ ഏത് സർവീസിലാണ് എൻഗേജ്ഡ് ആയിരിക്കുന്നത്? എൻഗേജ്ഡ് ഇൻ സർവീസസ് സച്ച് എസ് സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്, റിപ്പയർ പേഴ്സൺസ്, ട്രാൻസ്പോർട്ട് പേഴ്സൺസ് എക്സെട്ര. അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ അവരെന്താണ് മറ്റ് സർവീസസിൽ എൻഗേജ്ഡ് ആണ്. അതായത് സ്മോൾ ഷോപ്പ് കീപ്പേഴ്സായിട്ടും അതേപോലെ റിപ്പയർ പേഴ്സൺസായിട്ടും ട്രാൻസ്പോർട്ട് പേഴ്സൺസായിട്ടും ഒക്കെ തന്നെ അവർ ജോലി ചെയ്യുന്നുണ്ട്. These people barely manage to earn a living and yet they perform these services. അതായത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ, അതായത് ഷോപ്പ് കീപ്പേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ട്രാൻസ്പോർട്ട് പേഴ്സൺസ് ആയിക്കോട്ടെ, ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടിച്ചാണ് ജീവിച്ചു പോണത്. ആൻഡ് യെറ്റ് ദേ പെർഫോം ദീസ് സർവീസസ്. എന്നിട്ടും ഈ സർവീസസ് ഒക്കെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നോ ആൾട്ടർനേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വർക്ക് ആർ അവൈലബിൾ ടു ദം. വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് വെച്ചാൽ അവർക്ക് പഠിപ്പും വിവരവും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ജീവിച്ചു പോകണ്ടേ. അപ്പോൾ അങ്ങനെയുള്ളവരും ഇങ്ങനെയാണ് ജീവിച്ച് പോവുക, ഇങ്ങനെയുള്ള സർവീസസ് ചെയ്തിട്ടാണ് ജീവിച്ചു പോവുക. ഓക്കെ. ഹെൻസ് ഓൺലി എ പാർട്ട് ഓഫ് ദിസ് സെക്ടർ ഈസ് ഗ്രോയിങ് ഇൻ ഇമ്പോർട്ടൻസ്. സെക്ടറിൻ്റെ ഒരു ഭാഗം മാത്രം എന്താണ് ഒരു ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ, ഒരു ഗ്രോത്ത് വരുന്നുള്ളൂ. മറുഭാഗത്ത് ഒരു ഗ്രോത്തും ഉണ്ടാവുന്നില്ല. യു ഷാൽ റീഡ് മോർ അബൌട്ട് ദിസ് ഇൻ നെക്സ്റ്റ് സെക്ഷൻ. അടുത്ത സെക്ഷനിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ വായിക്കും. ഓക്കെ. വേർ ആർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ എംപ്ലോയിഡ്? എവിടെയാണ് ഭൂരിഭാഗം ആൾക്കാരും ജോലി ചെയ്യണത്?
Graph 2 represents percentage share of the three sectors in GDP. ഗ്രാഫ് 2-ൽ എന്താ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? GDP, അതായത് 3 സെക്ടേഴ്സിലുള്ള GDP-യുടെ ഷെയറിൻ്റെ പേഴ്സൻറ്റേജ് ആണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. A remarkable fact about India is, ഒരു റിമാർക്കബിൾ ഫാക്റ്റ് ഇന്ത്യയെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ, while there has been a change in share of the three sectors in GDP, a similar shift has not taken place in employment. എന്ത് റിമാർക്കബിൾ ഫാക്റ്റാ ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്? അതായത് 3 സെക്ടേഴ്സിലുള്ള GDP-യുടെ ഷെയർ ചേഞ്ച് ആവുമ്പോഴും എംപ്ലോയ്മെൻറ്റിലൊരു ചേഞ്ചോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിലൊരു ഷിഫ്റ്റോ എടുത്തിട്ടില്ല. ഓക്കെ, അത് കാണാനായിട്ട് നമുക്കിവിടെ സാധിക്കത്തുമില്ല. ആട്ടെ, ഗ്രാഫ് 3 എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഗ്രാഫ് 3-നകത്ത് കാണിച്ചിരിക്കുന്നത് ഇറ്റ് ഷോസ് ദാറ്റ് ദ ഷെയർ ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് ഇൻ ദ 3 സെക്ടേഴ്സ് ഇൻ 1977 to 78 ആൻഡ് 2017 to 18. അതായത് ഗ്രാഫ് 3-നകത്ത് കാണിച്ചിരിക്കുന്നത് 1977 തൊട്ട് 78-ലും അതുപോലെ തന്നെ 2017 തൊട്ട് 18-ലും സെക്ടേഴ്സിൻ്റെ, അതായത് 3 സെക്ടേഴ്സിൻ്റെയും എംപ്ലോയ്മെൻറ്റിൻ്റെ ഷെയറിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദ പ്രൈമറി സെക്ടർ കണ്ടിന്യൂസ് ടു ബി ദ ലാർജസ്റ്റ് എംപ്ലോയർ ഇവൻ നൗ. ഇപ്പോഴും എന്താണ് കാണുന്നത്? ഈ ഒരു ഡേറ്റ അനുസരിച്ച് പ്രൈമറി സെക്ടറിന് വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പ്രൈമറി സെക്ടർ ഇപ്പോഴും എന്താണ്? ഒരു ലാർജസ്റ്റ് എംപ്ലോയർ തന്നെയാണ്. Why didn't a similar shift out of primary sector happen in case of employment? എന്തുകൊണ്ടാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രൈമറി സെക്ടറിൽ അങ്ങനൊരു ഷിഫ്റ്റ് സംഭവിക്കേണ്ടിയിരുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് നോട്ട് ഇനഫ് ജോബ്സ് വർ ക്രിയേറ്റഡ് ഇൻ ദ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും നിലനിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡറി സെക്ടറിലാണെങ്കിലും ടെർഷ്യറി സെക്ടറിലാണെങ്കിലും വേണ്ടത്ര രീതിയിലുള്ള ജോലിയൊന്നും ഇത് നൽകുന്നില്ല. ഈവൻ ദോ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, അതായത് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ആയിക്കോട്ടെ, ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, വെൻ്റ് അപ്പ് ബൈ മോർ ദാൻ 9 times, അതായത് 9 മടങ്ങാണ് ഉയർന്നത് ഡ്യൂറിങ് ദ പീരിയഡ്, ഈ ഒരു സമയത്ത്. എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇൻഡസ്ട്രി വെൻ്റ് അപ്പ് അറൗണ്ട് 3 sectors, അതായത് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിൻ്റെ ആയിക്കോട്ടെ, ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അത് ആ ഒരു കാലഘട്ടത്തിൽ 9 മടങ്ങാണ് കൂടിയെങ്കിൽ ആ ഒരു സമയത്ത് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന ജോലി സാധ്യത അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത്, എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് 3 മടങ്ങാണ് കൂടിയത്. ദ സെയിം അപ്ലൈസ് ടു ദ ടെർഷ്യറി സെക്ടർ ആസ് വെൽ. ഇതേ അവസ്ഥ തന്നെയാണ് ടെർഷ്യറി സെക്ടറിലും സംഭവിച്ചത്. While production in the service sector rose by 14 times, അതായത് സർവീസ് സെക്ടറിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 14 മടങ്ങാണ് കൂടിയെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഇൻ ദ സർവീസ് സെക്ടർ റോസ് അറൗണ്ട് 5 times. സർവീസ് സെക്ടറിലെ ആ ഒരു ജോലി സാധ്യത എന്ന് പറയുന്നത് 5 മടങ്ങാണ് കൂടിയത്. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഭാഗമായി, അതിൻ്റെ പരിണാമമായി, മോർ ദാൻ ഹാഫ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ ദ കൺട്രിയിലെ വർക്കേഴ്സിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ വർക്കിംഗ് ഇൻ ദ പ്രൈമറി സെക്ടർ, പ്രൈമറി സെക്ടറിലാണ് ജോലി ചെയ്യണത്. മെയിൻലി ഇൻ എഗ്രികൾച്ചർ, പ്രൊഡ്യൂസിങ് ഓൺലി അബൌട്ട് 1/6 ഓഫ് ദ GDP. എഗ്രികൾച്ചറിലാണ് കൂടുതൽ ആൾക്കാരും എന്താണ് ജോലി ചെയ്യുന്നത്, പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? GDP-യുടെ 1/6 മാത്രമാണ്. ഇൻ കോൺട്രാസ്റ്റ് ടു ദീസ്, അതിൻ്റെ കോൺട്രാസ്റ്റിൽ the secondary and tertiary sector produce the rest of the produce, whereas they employ less about half the people. അതായത് ബാക്കിയുള്ള ആൾക്കാർ, അതായത് പ്രൈമറി സെക്ടറിൽ പകുതിയേക്കാളും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ബാക്കി വരുന്നത് എല്ലാം എവിടെയാണ് ജോലി ചെയ്യുന്നത്? പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലുമാണ് ജോലി ചെയ്യണത്. ഡസ് ദിസ് മീൻസ്, അതുകൊണ്ട് ഇതാണോ അർത്ഥമാക്കുന്നത്, ദാറ്റ് ദ വർക്കേഴ്സ് ഇൻ എഗ്രികൾച്ചറിലെ വർക്കേഴ്സ് എന്ന് പറയുന്നത് ആർ നോട്ട് പ്രൊഡ്യൂസിങ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ആസ് മച്ച് ദേ കുഡ്, അവർക്ക് പറ്റുന്ന പോലെ. അതായത് ഇവിടെ പറയുകയാണ്, അവർക്ക് പറ്റുന്ന പോലെ ഉള്ള പ്രൊഡക്ഷനൊന്നും എഗ്രികൾച്ചറിൽ വർക്കേഴ്സ് കാഴ്ചവെക്കുന്നില്ല എന്നാണോ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്?
What it means is that there are more people in agriculture than is necessary. അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എഗ്രികൾച്ചർ സെക്ടറിലുള്ള ആൾക്കാർ വേണ്ടതിനേക്കാൾ കൂടുതലാണോ? സോ അതുകൊണ്ട് തന്നെ ഈവൻ ഇഫ് യു മൂവ് എ ഫ്യൂ പീപ്പിൾ ഔട്ട്, ഇപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാരെ നീക്കുകയാണെങ്കിൽ പോലും പ്രൊഡക്ഷൻ വിൽ നോട്ട് ബി എഫക്റ്റഡ്. പ്രൊഡക്ഷൻ അവിടെ എഫക്റ്റ് ആവുകയില്ല. ഇൻ അതർ വേർഡ്സ്, വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വർക്കേഴ്സ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടേഴ്സ് ആർ അണ്ടർ എംപ്ലോയിഡ്. അഗ്രികൾച്ചർ സെക്ടറിലെ വർക്കേഴ്സ് എന്ന് പറയുന്നത് അണ്ടർ എംപ്ലോയിഡ് ആണ്. ഫോർ ഇൻസ്റ്റൻസ്, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടേക്ക് ദ കേസ് ഓഫ് സ്മോൾ ഫാമർ ലക്ഷ്മി. ലക്ഷ്മി എന്ന സ്മോൾ ഫാമറിൻ്റെ കേസ് എടുക്കാം. ഓണിങ് അബൌട്ട് 2 hectares ഓഫ് അൺഇറിഗേറ്റഡ് ലാൻഡ്. അവർക്ക് എത്ര ഏക്കർ ഭൂമിയുള്ളത്? 2 ഏക്കർ ഭൂമിയാണുള്ളത്. അതും എങ്ങനത്തെ ലാൻഡാണ് ഉള്ളത്? അൺഇറിഗേറ്റഡ് ലാൻഡ്. ഡിപ്പെൻഡഡ് ഓൺലി ഓൺ റെയിൻ ആൻഡ് ഗ്രോയിങ് ക്രോപ്സ് ലൈക്ക് ജവാർ ആൻഡ് അർഹർ. അവർ മെയിനായിട്ട് അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? മഴയെയാണ്. അതുപോലെ തന്നെ അവർ ഗ്രോ ചെയ്യുന്ന ക്രോപ്സിൻ്റെ പേരെന്തൊക്കെയാണ്? ജവാറും അർഹറും. ഓൾ 5 members ഓഫ് ഹർ ഫാമിലി വർക്ക് ഇൻ ദ പ്ലോട്ട് ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവനും അവരുടെ ഫാമിലിയിലെ 5 മെമ്പേഴ്സും എന്താണ്? ആ പ്ലോട്ടിൽ ജോലി ചെയ്യും. വൈ? എന്തുകൊണ്ട്? ദേ ഹാവ് നോ വെയർ എൽസ് ടു ഗോ ഫോർ വർക്ക്. അതെന്തുകൊണ്ടാണ് ആ ഒരു ചെറിയ ഭൂമിയിൽ തന്നെ അവർ അത്രയും പേരും എന്താണ് ജോലി ചെയ്യുന്നത്? വേറെ എങ്ങോട്ടും എന്താണ് ജോലിക്കായിട്ട് പോകാനായിട്ട് ഇല്ല. യു വിൽ സീ ദാറ്റ് എവരി വൺ ഈസ് വർക്കിംഗ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും തന്നെ ജോലി ചെയ്യാണ്. നൺ റിമെയിൻസ് ഐഡൽ. ആരും തന്നെ വെറുതെ ഇരിക്കണില്ല. ബട്ട് ഇൻ ആക്ച്വൽ ഫാക്ട് ദെയർ ലേബർ എഫേർട്ട് ഗെറ്റ് ഡിവൈഡഡ്. പക്ഷെ ആക്ച്വൽ ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ലേബർ എഫേർട്ട് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ഈച്ച് വൺ ഈസ് ഡൂയിങ് സം വർക്ക് ബട്ട് നോ വൺ ഈസ് ഫുള്ളി എംപ്ലോയിഡ്. ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവരാരും തന്നെ എന്താണ്? ഫുള്ളി എംപ്ലോയിഡ് അല്ല. ഒരു ജോലി ഉണ്ടെന്ന് ഇവിടെ പറയാൻ സാധിക്കില്ല. ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് വെയർ പീപ്പിൾ ആർ അപ്പറൻ്റ്ലി വർക്കിംഗ് ബട്ട് ഓൾ ഓഫ് ദെം ആർ മെയ്ഡ് ടു വർക്ക് ലെസ് ദാൻ ദെയർ പൊട്ടൻഷ്യൽ. അതായത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആൾക്കാർ പ്രത്യക്ഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് അവർ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഓൾ ഓഫ് ദെം ആർ മെയ്ഡ് ടു വർക്ക് ലെസ് ദാൻ ദെയർ പൊട്ടൻഷ്യൽ. പക്ഷേ ഇവരുടെ പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള വർക്കല്ല ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇവർക്ക് നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉണ്ട് വർക്ക് ചെയ്യാൻ, പക്ഷേ അത്രത്തോളം ജോലി അവർക്ക് കിട്ടുന്നില്ല. ദിസ് കൈൻഡ് ഓഫ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഈസ് ഹിഡൻ. അതായത് ഇത്തരത്തിലുള്ള അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഹിഡൻ ആണ്, മറഞ്ഞിരിക്കുകയാണ്. എന്തിൻ്റെ കോൺട്രാസ്റ്റിൽ? ഇൻ കോൺട്രാസ്റ്റ് ടു someone who does not have a job. ആർക്കാണോ ഒരു ജോലിയും ഇല്ലാത്തത് ആൻഡ് ഈസ് ക്ലിയർലി വിസിബിൾ ആസ് അൺഎംപ്ലോയിഡ്. അതുപോലെ തന്നെ ക്ലിയർലി വിസിബിൾ ആണ് അയാൾക്ക് തൊഴിലില്ല എന്നത്. ഹെൻസ് അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നാണ്. അതായത് മറഞ്ഞിരിക്കുന്ന തൊഴിലില്ലായ്മ എന്നത്. ഓക്കെ. നൗ സപ്പോസിങ് എ ലാൻഡ് ലോഡ് സുക്രാം. ഇപ്പോൾ ഒരു ലാൻഡ് ലോഡിൻ്റെ കേസ് എടുക്കാം. സുക്രാം എന്ന ലാൻഡ് ലോഡ് കംസ് ആൻഡ് ഹയേഴ്സ് 1 or 2 members ഓഫ് ദ ഫാമിലി ടു വർക്ക് ഓൺ ഹിസ് ലാൻഡ്. അയാളുടെ ഭൂമിയിൽ അയാളുടെ തന്നെ ഫാമിലിയിലെ 1 or 2 ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. ലക്ഷ്മീസ് ഫാമിലി ഈസ് നൗ ഏബിൾ ടു ഏൺ സം എക്സ്ട്രാ ഇൻകം ത്രൂ വേജസ് വഴി ലക്ഷ്മിയുടെ ഫാമിലിക്ക് എന്താണ് കുറച്ച് എക്സ്ട്രാ ഇൻകം ഒക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്നു. Since you do not need 5 people to look after that small plot. അതായത് ഇവിടെ എന്താ പറയുന്നത്? ലക്ഷ്മിക്ക് ഇപ്പം ആവശ്യത്തിന് എന്താണ് ഒരു ഇൻകം ഒക്കെ ആയി, അതുകൊണ്ട് തന്നെ ആ ഒരു തുണ്ട് ഭൂമിയിൽ 5 ആൾക്കാരുടെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ. 2 people മൂവിങ് ഔട്ട് ഡസ് നോട്ട് എഫക്ട് പ്രൊഡക്ഷൻ ഓൺ ദെയർ ഫാം. അവരുടെ ഫാമിൽ ഇപ്പോൾ 2 പേരെ നീക്കിയെന്ന് വെച്ചിട്ട് അവിടെ പ്രൊഡക്ഷനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇൻ ദ എബോ എക്സാമ്പിൾ, മേലെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ 2 people മേ മൂവ് ടു വർക്ക് ഇൻ എ ഫാക്ടറി. ആ നീക്കിയ 2 പേർക്ക് എന്താണ് ഫാക്ടറിയിലേക്ക് മൂവ് ചെയ്യാം.
വൺസ് അഗെയിൻ ഒന്നുകൂടി ദ ഏർണിങ്സ് ഓഫ് ദ ഫാമിലി വുഡ് ഇൻക്രീസ്. ഒന്നുകൂടി ഫാമിലിയുടെ ഏർണിങ്സ് ആണ് കൂടുന്നത്. ആൻഡ് ദേ വുഡ് ഓൾസോ കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് ആസ് മച്ച് ഫ്രം ദെയർ ലാൻഡ്. അവരുടെ ലാൻഡിൽ നിന്ന് എത്രത്തോളം പറ്റുമോ അത്രത്തോളം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങും. ദർ ആർ ലാക്സ് ഓഫ് ഫാമേഴ്സ് ലൈക്ക് ലക്ഷ്മി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ലക്ഷ്മിയെ പോലെ ലക്ഷക്കണക്കിന് ഫാമേഴ്സാണ് ഉള്ളത്. ദിസ് മീൻസ് ദാറ്റ് ഈവൻ ഇഫ് വി റിമൂവ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ദ അഗ്രികൾച്ചർ സെക്ടർ, ഇതെന്താ അർത്ഥമാക്കുന്നത്? അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ഇപ്പം ഒത്തിരി ആൾക്കാരെ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ പോലും ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് പ്രോപ്പർ വർക്ക് എൽസ്വെയർ, വേറെ എവിടെയെങ്കിലും അവർക്ക് പ്രോപ്പറായിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വിൽ നോട്ട് സഫർ. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്താണ് അവിടെ സഫർ ചെയ്യേണ്ടി വരില്ല. ദ ഇൻകംസ് ഓഫ് ദ പീപ്പിൾ ഹു ടേക്ക് അപ്പ് അതർ വർക്ക് വുഡ് ഇൻക്രീസ് ദ ടോട്ടൽ ഫാമിലി ഇൻകം. ദ ഇൻകം ഓഫ് ദ പീപ്പിൾ ഹു ടേക്ക് അപ്പ് അതർ വർക്ക്, അതായത് മറ്റ് ജോലി ഏറ്റെടുക്കുന്ന ആൾക്കാരുടെ ഇൻകം എന്ന് പറയുന്നത് വുഡ് ഇൻക്രീസ് ദ ടോട്ടൽ ഫാമിലി ഇൻകം. ടോട്ടൽ ഫാമിലി ഇൻകത്തിൽ അത് കൂടുകയാണ് ചെയ്യുന്നത്. ദിസ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ ഇൻ അതർ സെക്ടേഴ്സ്. മറ്റ് സെക്ടേഴ്സിലും ഈ അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന സിറ്റുവേഷൻ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദർ ആർ തൗസൻഡ്സ് ഓഫ് കാഷ്വൽ വർക്കേഴ്സ് ഇൻ ദ സർവീസ് സെക്ടർ. അതായത് ആയിരക്കണക്കിന് കാഷ്വൽ വർക്കേഴ്സാണ് സർവീസ് സെക്ടറിലുള്ളത്. ഇൻ അർബൻ ഏരിയാസ് ഹു സെർച്ച് ഫോർ ഡെയിലി എംപ്ലോയ്മെൻറ്റ്, അതായത് ഡെയിലി എംപ്ലോയ്മെൻറ്റ് തിരയുന്ന ആൾക്കാർ അർബൻ ഏരിയാസിൽ സർവീസ് സെക്ടറിൽ ആയിരക്കണക്കിന് കാഷ്വൽ വർക്കേഴ്സാണുള്ളത്. ദേ ആർ എംപ്ലോയ്ഡ് ആസ്, അവരൊക്കെ തന്നെ ജോലിയിലുള്ളത് എങ്ങനെയൊക്കെയാണ്? ആസ് പെയിൻറ്റേഴ്സ്, പ്ലംബേഴ്സ്, റിപ്പയർ പേഴ്സൺ ആൻഡ് അതേഴ്സ് ഡൂയിങ് ഓഡ് ജോബ്സ്. അവരെങ്ങനെയൊക്കെയാണ് ജോലിയിലുള്ളത്? പെയിൻറ്റേഴ്സായിട്ടും പ്ലംബേഴ്സായിട്ടും റിപ്പയർ പേഴ്സൺസായിട്ടും അതുപോലെ മറ്റ് ഓഡ് ജോബ്സ് ചെയ്യുന്നവരും ആണ്. മെനി ഓഫ് ദം ഡോണ്ട് ഫൈൻഡ് വർക്ക് എവറി ഡേ. പല ആൾക്കാർക്കും എല്ലാ ദിവസവും ജോലി കണ്ടെത്താൻ പറ്റുന്നില്ല. സിമിലർലി വി സി, അതുപോലെ തന്നെ നമുക്ക് കാണാം അതർ പീപ്പിൾ ഓഫ് ദ സർവീസ് സെക്ടർ ഓൺ ദ സ്ട്രീറ്റ് പുഷിങ് എ കാർട്ട് ഓർ സെല്ലിങ് സംതിങ് വെർ ദേ മേ സ്പെൻഡ് ദ ഹോൾ ഡേ ബട്ട് ഏൺ വെരി ലിറ്റിൽ. അതായത് സ്ട്രീറ്റിലൊക്കെ നമുക്ക് കാർട്ട് പുഷ് ചെയ്ത് ആൾക്കാർ ഓരോന്നും വിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അവരിത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിലും മൊത്തം ദിവസം സ്പെൻഡ് ചെയ്യുമ്പം ഏർണിങ്സ് വളരെ കുറവാണ്. ദേ ആർ ഡൂയിങ് ദിസ് വർക്ക് ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആയിട്ട് കൂടി ഈ ജോലിയിൽ തന്നെ തുടരുന്നത്? അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത് കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സെക്ഷൻ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്